തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ക്രിസ്തു നമ്മളോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ക്രിസ്തു എപ്രകാരമാണ് നമ്മളെ സ്നേഹിച്ചത്? ക്രിസ്തുവിൻ്റെ സ്നേഹം ഓരോ വ്യക്തിക്കും ആ വ്യക്തിക്ക് ആവശ്യമായ തലത്തിൽ അവൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങി. പാപിക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം പാപമോചനമായി മാറിയെങ്കിൽ രോഗികൾക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം സൗഖ്യമായി മാറി. ബന്ധിതർക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം മോചനമായി മാറിയെങ്കിൽ ഒറ്റപ്പെടുത്തി അകറ്റി നിർത്തിയവർക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം സൗഹൃദമായി മാറി. നമ്മൾ ജീവിക്കുന്ന കാലങ്ങളിൽ ചുറ്റുപാടുകളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നമുക്കൊഴുക്കാനായിട്ട് കഴിയണം. അവർ ആഗ്രഹിക്കുന്ന അവരുടെ ജീവിതത്തിന് ആവശ്യമായ തലത്തിലൂടെ. എനിക്കറിയാവുന്ന ഒരു ചെറുപ്പക്കാരനാണ് ജയൻ. സുവിശേഷത്തിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ ജയൻ പാവപ്പെട്ടവരുടെ ജീവിതങ്ങളിൽ ഇറങ്ങിച്ചെന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കും. ഒരിക്കൽ ജയനോട് ചോദിച്ചു, ജയൻ, നിങ്ങൾ എങ്ങനെയാണ് വൃദ്ധസദനങ്ങളിൽ ചെന്ന് ഭക്ഷണം കൊടുക്കുന്നത്? ജയൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ചില രോഗികൾക്ക് ചില വൃദ്ധർക്കൊക്കെ ഭക്ഷണം അത് നന്നായിട്ട് ജ്യൂസാക്കി അരച്ച് മിക്സിയിലോട്ടൊക്കെ പൊടിച്ച് കൊണ്ടു കൊടുക്കും. അവർക്ക് വലിയ സന്തോഷമാണ്. ചിലർക്ക് ഭക്ഷണപ്പൊതി കൊണ്ട് കൊടുക്കുമ്പോൾ അവർ പറയും, അടുത്ത ആഴ്ച വരുമ്പോൾ കുറച്ച് മീൻ കറി കൂടെ കിട്ടിയാൽ കൊള്ളാം. ജയൻ അത് മനസ്സിൽ സൂക്ഷിച്ച് ആ വ്യക്തിയുടെ ആഗ്രഹത്തിനൊത്ത വിധം മീൻചാറുമായിട്ട് അന്ന് അവിടെ എത്തിയിരിക്കും. ഓരോ വ്യക്തിയുടെയും ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങൾ അറിഞ്ഞ് ജയൻ തൻ്റെ ഈ പരസ്നേഹ ശുശ്രൂഷ ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തു നമ്മളോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമ്മളിൽ നിന്ന് മറ്റു വ്യക്തി ആഗ്രഹിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയണം. വീട്ടിൽ ആയിരിക്കുന്ന ഭാര്യയ്ക്ക് ആഗ്രഹമുണ്ടാകും ഭർത്താവിൻ്റെ സ്നേഹം ഒന്ന് തലോടലായി, നല്ല വാക്കുകളായി, അല്ലെങ്കിൽ ഒരു സാമീപ്യമായി ലഭിക്കുവാൻ. അത് തിരിച്ചറിഞ്ഞ് കൊടുക്കുമ്പോൾ നീ ശരിയായ സ്നേഹം കൊടുക്കുന്നു. അതല്ലാതെ കുറച്ച് ഭക്ഷണപദാർത്ഥങ്ങൾ മാത്രം കൊടുക്കുമ്പോൾ അത് സ്നേഹമായി മാറുന്നില്ല. മക്കൾ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നുണ്ടാകാം, അപ്പൻ ഞങ്ങളെ ഒന്ന് വീടിന് പുറത്ത് വാഹനത്തിൽ കയറ്റി ഒന്ന് പുറത്തൊക്കെ ഒന്ന് കൊണ്ട് ഞങ്ങളെ കാണിച്ചിരുന്നുവെങ്കിൽ. പ്രിയമുള്ളവരെ, മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ അറിയുവാനായിട്ടുള്ള ഒരു താല്പര്യം, യഥാർത്ഥ സ്നേഹം നമുക്ക് പങ്കുവയ്ക്കണമെങ്കിൽ ഉണ്ടായിരിക്കണം. എൻ്റെ സ്വാർത്ഥതയും എൻ്റെ കാഴ്ചപ്പാടുകളും ഒക്കെ ആകരുത് സ്നേഹം പങ്കുവയ്ക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ടത്. മറ്റേയാൾ, എന്നോടൊപ്പം വസിക്കുന്നയാൾ ഏത് തരത്തിലുള്ള സ്നേഹമാണ് ആഗ്രഹിക്കുന്നത്, ആ സ്നേഹം അതിൻ്റെ വിശുദ്ധിയിൽ കറകളഞ്ഞ സ്നേഹത്തോടെ നമുക്ക് കൊടുക്കാൻ കഴിയുമ്പോൾ പരസ്പരം ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടും. ഒരു ദിവസം ജയൻ ഈ വൃദ്ധസദനത്തിൽ ചെന്ന് ഒരപ്പനെ കുളിപ്പിക്കുകയായിരുന്നു. ആ അപ്പനെ കുളിപ്പിച്ച് സ്നേഹത്തോടെ ഒരു ചുംബനം കൊടുത്തപ്പോൾ വൃദ്ധനായ ഈ അപ്പൻ ജയനെ നോക്കി പറഞ്ഞു, നീ എൻ്റെ മകനായി ജനിച്ചിരുന്നുവെങ്കിൽ. നാളുകൾ കഴിഞ്ഞിട്ട് ഈ വൃദ്ധസദനത്തിലെ ഈ അപ്പൻ മരിക്കാറായി കിടക്കുന്നുവെന്നുള്ള വാർത്ത
ജയൻ ഫോണിലൂടെ അറിഞ്ഞപ്പോൾ ആ രാത്രിയിൽ ജയൻ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് തനിക്ക് ജന്മം തരാത്ത, തനിക്കൊരു ഉപകാരവും ചെയ്തിട്ടില്ലാത്ത, എവിടെയാണെന്ന് പോലും അറിയാത്ത ഈ വൃദ്ധൻ്റെ അരികിൽ ജയൻ ഓടിയെത്തി. മരണത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ ജയൻ ആ വൃദ്ധനെ വാരി പുണർന്ന് സ്നേഹത്തോടെ ചുംബിച്ചു. ജയൻ്റെ കരങ്ങളിൽ കിടന്നാണ് ആ വൃദ്ധൻ മരണമടയുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് സ്നേഹം കൊടുക്കുന്നവരാകാം. ക്രിസ്തുവിൻ്റെ സ്നേഹം ആവോളം നമ്മൾ സ്വീകരിച്ച് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നവരാകാം. ഈ ദിനത്തിൽ ദൈവം നമ്മെ കൂടുതൽ അനുഗ്രഹിക്കട്ടെ. നുറുങ്ങുവെട്ടം